ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പ്രൊഡക്റ്റീവായിട്ട് രാവിലെ നേരത്തെ എണീറ്റപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ, പ്രൊഡക്റ്റീവായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് കുറേ നാളായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ റീൽസിനും യൂട്യൂബിലൊക്കെ ഇടുന്ന പാട്ടുകൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ട്രാക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പാട്ട് പാടാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഹെൽപ്ഫുള്ളാണ്, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടി കിട്ടുന്ന ഒരു പ്രൊഫഷണൽ ഔട്ട്പുട്ട് നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഫോണിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾ ഇതിന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ പറയുമ്പോൾ മോശമല്ല. ഞാൻ എൻ്റെ മിക്ക റീൽസിലുള്ള സോങ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് കിഡിലൻ ഔട്ട്പുട്ട് തരുന്ന ഒരു ആപ്പാണ് ഗാരേജ് ബാൻഡ്. ഗാരേജ് ബാൻഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഐഫോണിൽ മാത്രമുള്ള കേട്ടോ, iOS മാത്രമുള്ള 1 GB പ്ലസ് എന്തോ ഉണ്ട് സൈസ്, പക്ഷേ കിഡിലനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കുറേ പേരുടെ ഫോണിലൊക്കെ ഓൾറെഡി ഉണ്ടാവും, ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോർ എടുക്കുക, ഗാരേജ് ബാൻഡ് എന്ന് സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഗാരേജ് ബാൻഡ്. അതിന് ശേഷം ഇയർഫോൺ, ഇതാണ് നമ്മുടെ മൈക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇയർഫോൺ. റെക്കോർഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടും വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടും പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാൻ പറ്റും. ഐഫോണിൻ്റെ ഇയർഫോണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കായി. ഇനി നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ ട്രാക്ക് വേണം, അതായത് കരോക്കെ വേണം. കരോക്കെ എവിടെ നിന്ന് കിട്ടും? അതിനായിട്ട് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ സൈറ്റോ, ഇതെവിടെ എഡിറ്റ് ചെയ്തൊക്കെ അറിയില്ല കേട്ടോ, നമ്മൾ വോക്കൽ റിമൂവർ AI എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം. വോക്കൽ റിമൂവർ AI ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് വോക്കലൊക്കെ പോയി അതിൻ്റെ ട്രാക്ക് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ ട്രാക്കാണെന്ന് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വോക്കൽ റിമൂവറിൽ ഇട്ടിട്ട് ഇതിൻ്റെ വോക്കൽ കളഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ട്രാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ കേട്ടോ. അപ്പോൾ വോക്കലൊക്കെ പോയിട്ട് നല്ല വൃത്തിയുള്ള ട്രാക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ട്രാക്ക് എങ്ങനെ ഗാരേജ് ബാൻഡിലേക്ക് ആക്കാമെന്ന് അടുത്ത കാണിക്കാം. നമ്മൾ ഗാരേജ് ബാൻഡിൽ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് വേണമല്ലോ. അപ്പോൾ ഈ ട്രാക്ക് നമുക്ക് ഗാരേജ് ബാൻഡിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഗാരേജ് ബാൻഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം പുതിയ പ്രൊജക്റ്റ് ഓൺ ആക്കുക ആ പ്ലസ്സിൽ. എന്നിട്ട് ഈ വോയിസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ഓണായി. അതിന് ശേഷം നമ്മൾ എല്ലാ എഫക്റ്റും ഓഫാക്കിയിടുക. ഇതിൽ ഓണാക്കി എടുക്കുന്ന എല്ലാതും 0 ആക്കിയിട്ട് ആ മേലുള്ളൊരു ട്രയാങ്കിൾ ഉണ്ടാകും, അതാണ് മെട്രോണോം, നമ്മുടെ താളം. അത് ഓഫ് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ഞെക്കുക. സെറ്റിങ്സിൽ പോയിട്ട് ഈ 8 ബാർ മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാട്ടിൻ്റെ ലെങ്ത്ത് കൂടും. എന്നിട്ട് ആ മേലുള്ള സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെയാണ് നമ്മുടെ പരിപാടി. ഇവിടെയാണ് നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യണതും ട്രാക്ക് ആഡ് ചെയ്യണതൊക്കെ. അതിൻ്റെ ശേഷം ആ മേലുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ ബ്രൗസ് ഐറ്റംസ് ഫ്രം ദ ഫയൽസ് ആപ്പില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വോക്കൽ കട്ട് ചെയ്ത ട്രാക്ക് ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ ഈ ഫോൾഡറിലേക്ക് ആ ട്രാക്ക് ആഡ് ആവും. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാക്ക് നേരെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. നേരെ ഡ്രാഗ് ചെയ്ത് അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്ന ട്രാക്കിൽ കൊണ്ടുവന്നിടാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യണം. നമ്മൾ റെക്കോർഡ് ചെയ്യണത് ഫോണിലാണെങ്കിലും നമ്മൾ സ്റ്റുഡിയോയിലുള്ള പോലെ നോയിസ് ക്യാൻസലേഷനും അക്കോസ്റ്റിക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കോഴി, പശു, നമ്മുടെ പുറത്തുള്ള സംഭവങ്ങളുടെ
നോയ്സൊക്കെ പെടാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക നല്ല ഔട്ട് കിട്ടാൻ. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ ഈ സൗണ്ട് പൊട്ടലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോപ്പപ്പ് ഫിൽറ്റർ. ഈ പോപ്പപ്പ് ഫിൽറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് പാടിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ പൊട്ടലും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രാക്കായി. ഇനി നമ്മൾ നമ്മുടെ വോക്കൽ എടുക്കാനുള്ള ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ട്രാക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോക്കൽ എടുക്കാനുള്ള ഇത് ഓപ്പൺ ആവും. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ വോക്കൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രാക്ക് പ്ലേ ചെയ്താലോ. ഇതിൽ കറക്റ്റ് നമ്മൾ പാടേണ്ട പൊസിഷൻ എത്തുമ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടില്ലേ, നമ്മളിനി റെക്കോർഡ് ചെയ്ത് പാടി പാടി നമുക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. மொட்டை சின்ன சின்ன ஆசை சொல்லுதே தேகம் எங்கும் ஈரன் சுட்ட வெட்கம் வந்து ஊஞ்சலிட்டுதே தத்தி தே 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 வித்தே சே 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 முத்தம் வை 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 முகிலே அள்ளும் கை 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 அன்பே மே மே மே. നമ്മൾ പാടിക്കഴിഞ്ഞാൽ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇടാറുള്ള എഫക്റ്റാണ് കേട്ടോ. എല്ലാവർക്കും എങ്ങനെ വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. പിച്ച് കൺട്രോൾ ഹാഫ് ഇടും, പിന്നെ അതിൻ്റെ താഴത്തുള്ള വോക്കൽ ഹാളും ഹാഫ് ഇടും. ഇതാണ് എനിക്ക് ഇടാറുള്ള എഫക്റ്റ്. ഞാൻ ജസ്റ്റ് ഇതിട്ടിട്ടുള്ള ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യണത്. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. പലർക്കും പല രീതിയാണ്. ചിലപ്പോൾ ഇതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാറ്. പാട്ട് ഫുൾ റെക്കോർഡ് ചെയ്തു, പിന്നെ ഇത് സേവ് ചെയ്യണത് കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പരിപാടി ഫുള്ള് കഴിഞ്ഞാൽ ആ മേലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൈ സോങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഫുൾ ബാക്ക് പോവും. എന്നിട്ട് ആ ലാസ്റ്റുള്ള ഫയലിൽ ഫസ്റ്റുള്ള ഫയലിൽ ലോങ് പ്രസ് ചെയ്താൽ മേലെ ഷെയർ കണ്ടില്ലേ, ആ ഷെയറിൽ ക്ലിക്ക് ചെയ്താൽ സോങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്തിട്ട് താഴെ അൺകംപ്രസ്ഡ് വേവ് ഉണ്ടാവും. നമ്മൾ വേവിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. വേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സേവ് ടു ഫയൽസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ സോങ് എക്സ്പോർട്ടായി നമ്മൾ അതിനൊരു നെയിം കൊടുത്ത് സേവ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.